സൗത്ത് ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ പതിറ്റാണ്ടുകളായി തുടർന്നു പോന്ന സ്റ്റാർ ഓറിയന്റഡ് നിർമ്മാണ സമവാക്യങ്ങളെ മുഴുവൻ തിരുത്തി എഴുതുകയാണ് സമന്തയുടെ മായന്റെ ബംഗാരം. തെലുങ്ക് സിനിമാ ചരിത്രത്തിൽ തന്നെ ആദ്യമായാണ് ഒരു സോളോ ഫീമെയിൽ ലീഡ് ചിത്രം റിലീസ് ചെയ്ത് കേവലം 10 ദിവസങ്ങൾക്കുള്ളിൽ 100 കോടി ക്ലബിൽ ഇടം പിടിക്കുന്നത്. എന്നാൽ ഒരു സോളോ ഫീമെയിൽ ലീഡ് ചിത്രം ബോക്സ് ഓഫീസിൽ തരംഗം സൃഷ്ടിക്കുന്നത് ഇതാദ്യമായല്ല കേട്ടോ. കൃത്യമായി പറഞ്ഞാൽ 17 വർഷങ്ങൾക്ക് മുൻപ് അനുഷ്കയുടെ അരുന്ധതി നേടിയ 70 കോടിയുടെ കളക്ഷൻ റെക്കോർഡ് തെലുങ്ക് സിനിമയിലെ സമാനതകളില്ലാത്ത വിജയമായിരുന്നു. വെറും ഒരു ബോക്സ് ഓഫീസ് നമ്പറിനപ്പുറം തെലുങ്ക് വാണിജ്യ സിനിമാ വ്യവസായത്തെ സംബന്ധിച്ച് സമന്തയുടെ ഈ വിജയം വലിയ റെക്കോർഡ് ഷിഫ്റ്റ് തന്നെയാണ്. 2010 ഏമായ ചേസാവിലൂടെ സൗത്ത് ഇന്ത്യയിൽ അരങ്ങേറ്റം കുറിച്ച സമന്ത വളരെ പെട്ടെന്നാണ് ടോളിവുഡിലെയും കോളിവുഡിലെയും മുൻനിര നായികയായി ഉയർന്നത്. മാസ് സിനിമകൾ മെയിൽ ലീഡ്സിന് മാത്രം അവകാശപ്പെട്ടതാണെന്ന് ചിലരുടെ വാദങ്ങളെയും കരിയർ കഴിഞ്ഞ് എഴുതി തള്ളിയ ഗോസിപ്പുകളെയും പൂർണ്ണമായും തള്ളിക്കളഞ്ഞാണ് സമന്തയുടെ ഈ തിരിച്ചുവരവ്. വെറും 20 കോടി ബഡ്ജറ്റിൽ സമന്തയുടെ സ്വന്തം പ്രൊഡക്ഷൻ ഹൗസും രാജ്നിധി മോരുവും ചേർന്ന് നിർമ്മിച്ച ഈ ചിത്രം റിലീസിന് മുൻപ് തന്നെ OTT സാറ്റലൈറ്റ് റൈറ്റ്സിലൂടെ മുടക്കുമുതൽ പൂർണ്ണമായും തിരിച്ചു പിടിച്ചിരുന്നു. അതിനുശേഷം തിയേറ്ററുകളിൽ നിന്ന് 300% ലാഭമാണ് ചിത്രം സ്വന്തമാക്കിയെന്നാണ് റിപ്പോർട്ടുകൾ. വ്യക്തി ജീവിതത്തിലെ വിവാദങ്ങളെയും കടുത്ത സൈബർ അറ്റാക്കുകളെയും കഠിനമായ രോഗാവസ്ഥയൊക്കെ മറികടന്നാണ് ഈ 100 കോടി മധുരം സാമന്ത സ്വന്തമാക്കുന്നത്. കരിയറിന്റെ പീക്ക് ടൈമിൽ നിൽക്കുമ്പോഴാണ് നാഗചൈതന്യവുമായുള്ള വിവാഹമോചനവും അതിനെ തുടർന്നുള്ള സൈബർ ആക്രമണങ്ങളൊക്കെ സാമന്തയ്ക്ക് നേരിടേണ്ടി വരുന്നത്. കരിയർ അവസാനിക്കാൻ വേണ്ടി പോകുന്നു എന്ന രീതിയിലുള്ള ഗോസിപ്പുകളും വ്യാജ പ്രചാരണങ്ങളും ഒക്കെ അതിരുകടന്നിരുന്നു. എന്നാൽ വലിയൊരു ഇടവേളയ്ക്ക് വക നൽകാതെ സമന്ത ചിത്രങ്ങൾ ചെയ്തിരുന്നു. പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നെങ്കിലും ദ ഫാമിലി മാൻ 2-ലെ രാജ് എന്ന സമന്തയുടെ കഥാപാത്രം അടക്കം ശ്രദ്ധിക്കപ്പെട്ടു. പക്ഷെ അപ്പോഴും സൈബർ ആക്രമണങ്ങൾ അവസാനിച്ചിരുന്നില്ല. അവരുടെ വിവാഹമോചനത്തിന്റെ പിന്നിലെ കാര്യങ്ങൾ അറിയാനുള്ള പാപ്പരാസികളുടെ അനാവശ്യമായ ആകാംക്ഷ നിരന്തരം ഇരുവരെയും കുറ്റക്കാരാക്കിക്കൊണ്ടേയിരുന്നു. ഇരുവരും ഈ നെഗറ്റിവിറ്റികളോടൊന്നും പ്രതികരിക്കാനോ തങ്ങളുടെ ഭാഗം വിശദീകരിക്കാനോ നിന്നില്ല. ആ സമയത്ത് തന്നെയാണ് മൈസൈറ്റീസ് എന്ന അപൂർവ രോഗബാധയും സമന്തയെ ബാധിക്കപ്പെടുന്നത്. അതും ഒരു വെല്ലുവിളി തന്നെയായിരുന്നു എന്ന് പറയാം. വരും വർഷങ്ങളിൽ പ്രേക്ഷകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന പ്രൊജക്റ്റുകളാണ് സാമന്തയുടേതായി അണിയറയിൽ ഒരുങ്ങുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ബോക്സ് ഓഫീസ് റെക്കോർഡുകൾ തകർത്ത ഈ ചിത്രത്തിന്റെ 2ാം ഭാഗം തന്നെയാണ്. ആദ്യ ഭാഗം ഒരുക്കിയ അതേ ടീം തന്നെയായിരിക്കും ഇതിന് പിന്നിലും പ്രവർത്തിക്കുക. അടുത്ത 2 വർഷത്തിനുള്ളിൽ തന്നെ ഈ മാസ് ആക്ഷൻ ചിത്രത്തിന്റെ 2ാം ഭാഗം തിയേറ്ററുകളിൽ എത്തിക്കാനാണ് അണിയറ പ്രവർത്തകരുടെ പ്ലാൻ. അതോടൊപ്പം തന്നെ തന്റെ സ്വന്തം പ്രൊഡക്ഷൻ കമ്പനിയായ ട്രാല മൂവി പിക്ചേഴ്സിലൂടെ അഭിനയത്തിന് പുറമെ പുതിയ കോണ്ടന്റുകൾ നിർമ്മിക്കാനും ശക്തമായ സ്ത്രീപക്ഷ കഥാപാത്രങ്ങളുള്ള സിനിമകൾക്ക് കൂടുതൽ മുൻഗണന നൽകാനുമാണ് സമന്തയുടെ അടുത്ത തീരുമാനമെന്നാണ് റിപ്പോർട്ടുകൾ. എന്തായാലും നിലവിൽ ബോക്സ് ഓഫീസിലെ ഈ 100 കോടി തിളക്കത്തിനൊപ്പം രാജ്നിധി മോരുവുമായുള്ള വിവാഹവും പ്രഗ്നൻസി വാർത്തയും പിന്നെ മായന്റെ ബംഗാരം പാർട്ട് 2-ന്റെ അനൗൺസ്മെന്റും കൂടി എത്തുമ്പോൾ നമുക്കിനിയും സാമന്തയുടെ പീക്ക് പെർഫോമൻസിനായി കാത്തിരിക്കാം.